കേരള സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. തീക്കോയി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ഫൊറോന സൺഡേ സ്കൂൾ കലോത്സവത്തിൽ വെള്ളികുളം സെന്റ് മേരീസ് സൺഡേ സ്കൂൾ എ വിഭാഗത്തിൽ 512 പോയിന്റുകളോടെ 2ാം സ്ഥാനം കരസ്ഥമാക്കി. വ്യക്തിഗത മത്സരങ്ങളായ ലളിതഗാനം, പ്രസംഗം, ബൈബിൾ കഥ പറച്ചിൽ, ബൈബിൾ വായന, മിഷൻ ക്വിസ് എന്നിവയിൽ ഉയർന്ന നേട്ടം കരസ്ഥമാക്കി. രക്ഷാകര വേദകീർത്തനം, സുറിയാനി പാട്ട് എന്നിവയ്ക്ക് 2ാം സ്ഥാനവും റംബാൻ പാട്ട്, മിഷനാന്തം എന്നിവയ്ക്ക് 3ാം സ്ഥാനവും ലഭിച്ചു. മത്സരത്തിൽ ഉന്നത വിജയം നേടിയവരെ വികാരി ഫാദർ സ്കറിയ വേഗത്താനം, ഹെഡ് മാസ്റ്റർ ജോമോൻ കടപ്ലാക്കൽ, PTA പ്രസിഡന്റ് ജിജി വാളയത്തിൽ എന്നിവർ അഭിനന്ദിച്ചു. മാനന്തവാടി രൂപത KCBC മധ്യവിരുദ്ധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തക സംഗമവും സെമിനാറും ഒക്ടോബർ 2 ദ്വാരക പാസ്റ്ററൽ സെന്ററിൽ നടത്തപ്പെട്ടു. പ്രവർത്തക സംഗമവും സെമിനാറും ബത്തേരി അസംഷൻ ആശുപത്രി ഡി അഡിക്ഷൻ ഡയറക്ടർ ഡോക്ടർ സിസ്റ്റർ ലിസ് മാത്യു കൊല്ലാർത്തോട്ടം SH ഉദ്ഘാടനം ചെയ്തു. കുടുംബം ദൈവസ്ഥാപിതമാണെന്നും മാതാപിതാക്കളും മക്കളും ഒരുമിച്ചുള്ള ജീവിതം സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും ശക്തമായ സാമൂഹിക ജീവിത കൂട്ടായ്മയാണെന്നും സിസ്റ്റർ പറഞ്ഞു. ലഹരി എന്ന പദാർത്ഥം ശരീരത്തിന്റെയും മനസ്സിന്റെയും ബുദ്ധിശക്തിയുടെയും സന്തുലിതാവസ്ഥയെ മാറ്റിമറിക്കുന്നുവെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ സിസ്റ്റർ ലിസ് മാത്യു SH പറഞ്ഞു. മാനന്തവാടി രൂപത KCBC മധ്യവിരുദ്ധ സമിതി ജനറൽ സെക്രട്ടറി മാത്യു ആര്യപ്പള്ളി പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് ഓർത്തഡോക്സ് സഭയുടെ പ്രവർത്തനം മാതൃകാപരമെന്ന് ആര്യാടൻ ഷൗക്കത്ത് MLA. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതിരുന്ന 1957 ചുങ്കത്തറയിൽ MPM ഹൈസ്കൂൾ തുടങ്ങിയ സഭയുടെ ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാടാണ് തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകിയതെന്നും വ്യക്തമാക്കി. ചുങ്കത്തറ സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം മലബാർ ഭദ്രാസനത്തിന്റെ വാർഷിക ക്യാമ്പ് യൂത്ത് റിട്രീറ്റ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു MLA. മലബാർ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ പക്കോമിയോസ് മെത്രാപ്പൊലീത്ത അനുഗ്രഹ സന്ദേശം നൽകി. 2002 മാനന്തവാടി രൂപതയിൽ ആരംഭം കുറിച്ച ജീവജ്യോതി ചാരിറ്റബിൾ ട്രസ്റ്റ് ഡിവൈൻ നെസ്റ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ രജത ജൂബിലി വർഷത്തിലേക്ക്. രജത ജൂബിലി വർഷത്തിൽ ആരംഭം കുറിച്ച വിളംബര പ്രാർത്ഥനാ യജ്ഞത്തിന് പരിശുദ്ധ കുർബാനയോടെ തുടക്കമായി. നീലഗിരി സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക വികാരിയും ഡിവൈൻ നെസ്റ്റ് ജീവജ്യോതി ചാരിറ്റബിൾ ട്രസ്റ്റ് രക്ഷാധികാരിയുമായ ഫാദർ തോമസ് കുറ്റിക്കാട്ട് കുന്നേൽ കൃതജ്ഞതാ ദിവ്യബലി അർപ്പിച്ചു. 100-ലധികം അംഗങ്ങളുള്ള ഈ കൂട്ടായ്മ വയനാട് മെഡിക്കൽ കോളേജിലെ കിടപ്പ് രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും കഴിഞ്ഞ 24 വർഷമായി യാതൊരു മുടക്കവുമില്ലാതെ ഉച്ചഭക്ഷണം നൽകി വരുന്നു. അമേരിക്കയിൽ സെന്റ് തോമസ് സീറോ മലബാർ രൂപത സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഈ വർഷം ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ 3ാം വാർഷികം ആഘോഷിക്കുന്നു. വിശ്വാസം, സേവനം, ഐക്യം, സഹനം എന്ന 4 പുണ്യങ്ങളിൽ അധിഷ്ഠിതമായ തിരുസഭയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മിഷൻ ലീഗ് അമേരിക്കയിലെ എല്ലാ സീറോ മലബാർ ഇടവകകളിലും പ്രവർത്തന നിരതമാണ്. 2025 ഒക്ടോബർ 4 ശനിയാഴ്ച കൊപ്പലിലെ സെന്റ് അൽഫോൺസ സീറോ മലബാർ കത്തോലിക്ക ഇടവക സമൂഹം 100 കണക്കിന് വിശ്വാസികളെ സ്വാഗതം ചെയ്യും. ചിക്കാഗോ സീറോ മലബാർ രൂപത ബിഷപ്പ് ജോയ് ആലപ്പാട്ടിന്റെയും രൂപതയുടെ സ്ഥാപക ബിഷപ്പ് എമിരിറ്റസ് ജേക്കബ് അങ്ങാടിയത്തിന്റെയും സാന്നിധ്യം ഉള്ളതിനാൽ ഈ വർഷത്തെ സമ്മേളനം പ്രത്യേക പ്രാധാന്യമുള്ളതാണ്. യേശുവിന്റെ തിരുഹൃദയത്തെ കേന്ദ്രീകരിച്ചുള്ള വിശുദ്ധ കുർബാന, പ്രാർത്ഥന, കൂട്ടായ്മ, CML റാലി, മിഷണറി പ്രതിബദ്ധതകൾ എന്നിവ ഈ ദിവസം ഉൾപ്പെടും. ഒക്ടോബർ 4 ശനിയാഴ്ച സംഘടിപ്പിക്കുന്ന ചെറുപുഷ്പ മിഷൻ ലീഗ് ചിക്കാഗോ രൂപതയുടെ 3ാം വാർഷികത്തിന് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ചിക്കാഗോ സെന്റ് തോമസ് സീറോ മലബാർ രൂപതയുടെ രജത ജൂബിലിയോടനുബന്ധിച്ച് നടത്തുന്ന ഈ പരിപാടിക്ക് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അമേരിക്കയിലെ ടെക്സാസ് സംസ്ഥാനത്തുള്ള കൊപ്പേൽ സെന്റ് അൽഫോൺസ സീറോ മലബാർ കത്തോലിക്ക ഇടവക പരിപാടികൾക്ക് ആതിഥേയത്വം വഹിക്കും. മിഷൻ ലീഗ് രൂപത പ്രസിഡന്റ് സിജോയ് പറപ്പള്ളിൽ പതാക ഉയർത്തുന്നതോടുകൂടി പരിപാടികൾക്ക് തുടക്കമായും. പരിശുദ്ധ കുർബാനയ്ക്ക് ചിക്കാഗോ രൂപത ബിഷപ്പ്മാർ ജോയ് ആലപ്പാട്ട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ബിഷപ്പ്മാർ ജേക്കബ് അങ്ങാടിയത്തും വിവിധ ഇടവകകളിൽ നിന്നുമുള്ള വൈദികരും സഹകാർമ്മികരാകും. ഉച്ചകഴിഞ്ഞ് 1:30 നടക്കുന്ന പ്രേക്ഷിത റാലിയിൽ ടെക്സാസ്, ഒക്കലഹോമ സംസ്ഥാനങ്ങളിലെ ഇടവകകളിൽ നിന്നുള്ള 600-ൽ പരം കുട്ടികളും മുതിർന്നവരും പങ്കുചേരും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ചെറുപുഷ്പ മിഷൻ ലീഗ് ചിക്കാഗോ രൂപത പ്രസിഡന്റ് സിജോയ് സിറിയക് പറപ്പള്ളിൽ അധ്യക്ഷത വഹിക്കും. ബിഷപ്പ്മാർ ജോയി ആലപ്പാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ബിഷപ്പ്മാർ ജേക്കബ് അങ്ങാടിയത്ത് അനുഗ്രഹ പ്രഭാഷണവും മിഷൻ ലീഗ് അന്തർദേശീയ ഡയറക്ടർ ഫാദർ ജെയിംസ് പുന്നപ്ലാക്കിൽ മുഖ്യപ്രഭാഷണവും നടത്തും. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.